കൊല്ലം UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ വാഹനമിടിച്ച് 2 വിദ്യാർത്ഥിനികൾക്ക് ഗുരുതര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം കഴിഞ്ഞു മടങ്ങിയ ബിന്ദു കൃഷ്ണയുടെ മകന്റെ സുഹൃത്തും നിയമ വിദ്യാർത്ഥിയുമായ നെയ്യാറ്റിൻകര സ്വദേശി ദേവാനന്ദായിരുന്നു വാഹനമോടിച്ചത്. കൊല്ലം വള്ളിക്കീഴ് ഗവൺമെന്റ് HSS 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ വള്ളിക്കീഴ് സ്വദേശി ചിന്നു ലക്ഷ്മി, രാമൻകുളങ്ങര സ്വദേശി ധനലക്ഷ്മി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ചിന്നു ലക്ഷ്മി കായലിലേക്ക് തെറിച്ചു വീണു. ധനലക്ഷ്മി ഫുട്പാത്തിലെ സംരക്ഷണ കമ്പിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ഇരുവരെയും ആദ്യം ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്നും സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 6:30 ആശ്രാമം ലിങ്ക് റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തായിരുന്നു അപകടമുണ്ടായത്. ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഹോക്കി സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം രക്ഷകർത്താക്കൾക്കൊപ്പം KSRTC സ്റ്റാൻഡിലേക്ക് ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. എന്നാൽ ഈ സമയം തന്റെ മകൻ വാഹനത്തിലുണ്ടായിരുന്നില്ല എന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. മകന്റെ സുഹൃത്തുക്കൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു. അവരായിരുന്നു വാഹനമോടിച്ചത്. ദേവാനന്ദിന്റെ അച്ഛൻ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന CPM പ്രവർത്തകനാണ്. പക്ഷേ അപകടശേഷം തനിക്ക് നേരെ CPM കരുതിക്കൂട്ടി ആരോപണങ്ങൾ ഉയർത്തുന്നു എന്നും തന്റെ മകനെ കുടുക്കാൻ ശ്രമിക്കുന്നു എന്നും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. കുട്ടികളുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും താൻ ഏറ്റെടുക്കുന്നതായും അതിൽ ഒരു കുട്ടിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞു അപകടനില തരണം ചെയ്യുന്നതുവരെ ആശുപത്രിയിൽ തുടരുന്നതായും അവർ പറയുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ കാണാനായി MA ബേബി അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ആശുപത്രിയിലെത്തിയിരുന്നു. എന്നാൽ പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടന്നതായും ബിന്ദു കൃഷ്ണ പറയുന്നു. അപകടം എല്ലാവർക്കും സംഭവിക്കാം, പോലീസ് അന്വേഷണം നടത്തട്ടെ, എന്തിനും തയ്യാറാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. കാർ ഓടിച്ചിരുന്ന ദേവാനന്ദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.